ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. സഹകരണ മേഖലയിലെ സേവനത്തിന് ശേഷം ഇപ്പോൾ മുഴുവൻ സമയം കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കരുണാപുരത്തെ കർഷകനായ കുഞ്ഞച്ചൻ എന്ന് വിളിപ്പേരുള്ള ശ്രീ KS അന്ത്രയോസ് കുന്നേൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. കാർഷിക രംഗത്ത് എല്ലാ കാലത്തും പുതിയ പുതിയ നിരീക്ഷണങ്ങളും പ്രായോഗിക പ്രവർത്തനങ്ങളും നടത്തി മുന്നോട്ടു പോകുന്ന കർഷകരാണ് മറ്റു കർഷകർക്ക് മാതൃകയാകുന്നത്. അത്തരത്തിലുള്ള ഒരു കർഷകനും അത്തരത്തിൽ കാർഷിക പ്രവർത്തനങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഇന്ന് നമ്മോടൊപ്പമുള്ള KS അന്ത്രയോസ്. അദ്ദേഹത്തിന്റെ വീട്ടുപേര് കുന്നേൽ എന്നാണ്. കരുണാപുരം സ്വദേശിയാണ്. അദ്ദേഹത്തെ കുഞ്ഞച്ചൻ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹം വർഷങ്ങളോളം തന്നെ മാട്ടുപ്പെട്ടി ഇൻഡോസിസ് പ്രൊജക്ടിലെ ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയുടെ പ്രതിനിധിയായിരുന്ന ഒരാൾ കൂടിയിട്ടാണ്. നമസ്കാരം സാർ, എന്തൊക്കെയാണ് കാർഷിക പ്രവർത്തനങ്ങൾ, ഇൻഡോസിസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തായിരുന്നു? നമസ്കാരം. ഞാൻ 81 തൊട്ട് 86 വരെ ഇൻഡോസിസിൽ മാട്ടുപ്പെട്ടിയിൽ അവിടുത്തെ ജീവനക്കാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കൺസ്യൂമർ സൊസൈറ്റി ഉണ്ടായിരുന്നു. അതിൽ അക്കൌണ്ടന്റായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു 86 വരെ. 86 ശേഷം എനിക്ക് സഹകരണ വകുപ്പിലേക്ക് ജൂനിയർ ഓഡിറ്ററായിട്ട് ജോലി കിട്ടി. അതനുസരിച്ച് ഞാൻ പിന്നെ മാട്ടുപ്പെട്ടി വിട പറഞ്ഞ് ദേവികുളത്ത് കുറച്ചുനാള് ജോലി ചെയ്തു. അതിനുശേഷം കൂടുതൽ കാലവും ഉടുമ്പൻചോലയിലായിരുന്നു ഓഡിറ്ററായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ സഹകരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പൊ ഈ കാർഷിക മേഖലയുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? എനിക്ക് ആദ്യമേ തൊട്ട് കൃഷിയോട് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ സമയം കണ്ടെത്തുമ്പോഴൊക്കെയും ഞാൻ പറ്റുന്നതുപോലെ അതേ കൃഷി മേഖലയിൽ വ്യാപൃതനായിരുന്നു. പ്രധാനമായും നേരത്തെ ഇവിടെ കൊടിയായിരുന്നു, കുരുമുളക് കൊടിയും കാപ്പിയുമായിരുന്നു നമ്മുടെ ഈ കരുണാപുരം പ്രദേശമൊക്കെയും. എന്നാൽ കാലാവസ്ഥയുടെ മാറ്റവും പിന്നെ എളുപ്പത്തിൽ അത് കൃഷിയിൽ നിന്നുള്ള ആദായം ലഭിക്കാൻ വേണ്ടി ആ കാപ്പി മേഖലയെല്ലാം ഉപേക്ഷിച്ച് ഇപ്പോൾ ഏലമേഖലയിലാണ് കൂടുതൽ പേരും ഈ കരുണാപുരം പഞ്ചായത്തിലുള്ള മിക്ക കൃഷിക്കാരും ഇപ്പോൾ ആയിരിക്കുന്നത്. കുഞ്ഞച്ചൻ സാർ ഇവിടെ കാർഷിക പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി കരുണാപുരത്ത്? ഞാൻ 33 വർഷത്തോളമായി ഇവിടെ. എന്റെ വീട് കട്ടപ്പന അടുത്താണ്. എങ്കിലും ഞാനിവിടെ വിവാഹം ചെയ്ത് ഇവിടെയാണ് ഇപ്പോൾ ആസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത്. 33 വർഷത്തോളം ഞാൻ കൃഷി മേഖലയിൽ ഇപ്പോഴുണ്ട്. എന്തെല്ലാമാണ് കൃഷികൾ? പ്രധാനമായും ഇപ്പോൾ ഏലമാണ്. ഏലവും കുരുമുളകുമാണ് പ്രധാനമായ കൃഷി. കാപ്പി ഉണ്ടായിരുന്നു. എന്നാൽ കാപ്പിയിൽ നിന്ന് പരിമിതമായ ആദായവും കാപ്പിക്ക് കീടങ്ങളിൽ നിന്നുള്ള ഉപദ്രവവും നിമിത്തം കാപ്പികൾ ഉണങ്ങിപ്പോകുന്നതുകൊണ്ട് ആ കാപ്പി മേഖല പൂർണ്ണമായിട്ടും ഏകദേശം ഉപേക്ഷിച്ച മട്ടാണ്. അപ്പൊ അവിടെയും ഏലമാണ് ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത്. പൊതുവെ ഇപ്പോ ഈ കരുണാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങൾ ഇപ്പൊ ഇത് കമ്പംമെട്ട് എന്ന് പറയുന്ന അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് അല്ലെ? അപ്പോ ഇവിടുത്തെ കാലാവസ്ഥ, ഭൂപ്രകൃതി, ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എങ്ങനെയാണ്? ഇവിടെ അല്പം തണുപ്പുള്ള സ്ഥലമാണ്. കാലാവസ്ഥ കഴിഞ്ഞ ചില വർഷങ്ങൾ മുമ്പ് ഇവിടെ ഒരു വരൾച്ച പ്രദേശമായിരുന്നു, ഒരു മഴനിഴൽ പ്രദേശം എന്നുള്ള നിലയിൽ ഈ കരുണാപുരം പഞ്ചായത്ത് അറിയപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പ്രയാസങ്ങളൊക്കെ മാറി ഏകദേശം അനുകൂലമായിട്ടുള്ള മഴയും വെയിലുമൊക്കെ ഏകദേശം അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലുള്ള കാലാവസ്ഥയാണ് ഇവിടെ കിട്ടുന്നത്. മഴ നമുക്ക് ഏകദേശം അത്യാവശ്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ സമീപത്തുള്ള തമിഴ്നാട്ടിൽ ന്യൂനമർദ്ദം രൂപം കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ഈ കരുണാപുരം ഈ കൂട്ടാറ് പ്രദേശങ്ങളിലെല്ലാം കൃത്യമായിട്ട് മഴ നമുക്ക് ലഭിക്കും. ഇപ്പോൾ അനുകൂലമായൊരു കാലാവസ്ഥയാണ്. ഇപ്പോൾ അനുകൂലമായ കാലാവസ്ഥയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉള്ളത്. അപ്പൊ കാലാവസ്ഥയുടെ മാറ്റം കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ കാർഷിക മേഖലയ്ക്ക് സഹായകമായി എന്നാണ് കുഞ്ഞച്ചൻ സാർ പറയുന്നത്. ഇവിടുത്തെ ഒരു വിളവൈവിധ്യം, ഇപ്പോൾ അങ്ങ് കുരുമുളകും ഏലവും മുൻപ് കാപ്പിയുമാണ് കൃഷി ചെയ്തിരുന്നത്. എങ്കിൽ പോലും ഇവിടുത്തെ ഈ പ്രദേശത്തിന്റെ ഒരു വിളവൈവിധ്യത്തെക്കുറിച്ച് പറയാമോ? എന്തെല്ലാം വിളകൾ ഇവിടെ കൃഷി ചെയ്തിരുന്നു മുമ്പ്, പിന്നീട് ഏതെല്ലാം വിളകൾ മാറി, വരൾച്ച നേരിട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ എത്തരത്തിലായിരുന്നു, ഇപ്പോൾ വീണ്ടും ഏതെല്ലാം വിളകളാണ് ഉള്ളത്? ഇവിടെ നേരത്തെ ഈ ഏലം വരുന്നതിന് മുമ്പ് നെല്ലുണ്ടായിരുന്നു, മരച്ചീനി ഉണ്ടായിരുന്നു, പിന്നെ കരിമ്പുണ്ടായിരുന്നു. ഇതെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന കൃഷികളാണ്. എന്നാൽ
മരച്ചീനിക്ക് ഇവിടുത്തെ കാട്ടുമൃഗങ്ങളുടെ ശല്യം വളരെ രൂക്ഷമായപ്പോൾ മരച്ചീനി കൃഷി കൃത്യമായിട്ടും അത് ജനങ്ങൾ ഉപേക്ഷിച്ചു. ഇപ്പോൾ തമിഴ്നാടിനെ ആശ്രയിച്ചാണ് മരച്ചീനി അത് ഇവിടെ വാങ്ങുവാൻ കഴിയുന്നത്. നെല്ലും അതെ ഇതുപോലെ തന്നെ കാട്ടുപന്നി, മുള്ളൻ തുടങ്ങിയിട്ടുള്ള വന്യമൃഗങ്ങൾ വന്ന് നശിപ്പിച്ചതുകൊണ്ട് അതും കരയാക്കി അവിടെ ഇപ്പോൾ ഏലം കൃഷി ചെയ്ത് നാട്ടുകാര് ഉപജീവനം കഴിക്കുന്നു. നേരത്തെ പിന്നെ പച്ചക്കറികൾ ധാരാളമായിട്ടുണ്ടായിരുന്നു ഇവിടെ. എന്റെ ഫാദറിലൊക്കെ വളരെ വെണ്ട, അതെ മല്ലി, ഇതൊക്കെ വളരെ കൃഷി ചെയ്ത്, പയർ ഇതൊക്കെ കൃഷി ചെയ്ത് വളരെ ആദായം എടുത്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ രീതിയിലുള്ള കാർഷിക വിളകളൊന്നും ഇല്ല. ഇപ്പോൾ പ്രധാനമായും ഈ പ്രദേശത്തെ ജനങ്ങളുടെ മുഖ്യ കൃഷി ഏലമാണ്. അതിനുശേഷം കുരുമുളക്, പിന്നെ കാപ്പി, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗ്രാമ്പു, ജാതി അങ്ങനെയുള്ള കൃഷികളുണ്ട്. എങ്കിലും അത് തുച്ഛമായിട്ട് മാത്രമേ ഉള്ളൂ ഈ പ്രദേശങ്ങളിൽ. ഇതിന്റെ കാലാവസ്ഥ ജാതിക്കും ഗ്രാമ്പുവിനും ഒന്നും അത്രത്തോളം ഫേവറബിൾ അല്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള കൃഷികൾ മാത്രമേ ഉള്ളൂ, ജാതി, ഗ്രാമ്പു അങ്ങനെയുള്ളതൊക്കെ. അപ്പം കൂടുതലായിട്ട് നോക്കുമ്പോൾ ഏലം കൃഷിയിലേക്കാണ് മൊത്തത്തിൽ ഗ്രാമപഞ്ചായത്തിലെ ഭൂരിഭാഗം കർഷകരും മാറിയിട്ടുള്ളത്, അല്ലേ? അപ്പൊ ഏലം കൃഷിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് താനും. ഇവിടെയുള്ള ഒരു മണ്ണിന്റെ ഘടന എങ്ങനെയാണ്? ഈ മണ്ണിന്റെ പോഷണത്തിന് വേണ്ടിയിട്ട് കർഷകർ എത്തരത്തിലാണ് മാനേജ് ചെയ്യുന്നത്? മണ്ണ് ഏകദേശം കൃഷിക്ക് അനുയോജ്യമാണെങ്കിലും അത്ര ഫെർട്ടിലൈസ് അല്ല. അതുകൊണ്ട് ജൈവവളങ്ങളും രാസവളങ്ങളും കൃഷിക്കായിട്ട് ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. രാസവളമില്ലാതെ ഈ ഏലകൃഷി അത്രത്തോളം അത് ഫലപ്രദമാകുകയില്ല. അതുകൊണ്ട് രാസവളവും അതോടൊപ്പം ജൈവവളവും ഉപയോഗിച്ചാണ് ഇപ്പോൾ കൃഷി രീതികൾ ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. രാസവളങ്ങളും ജൈവവളങ്ങളും ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം. ഈ പ്രദേശത്ത് കാലി വളർത്തൽ നന്നായിട്ടുണ്ടോ? ഈ പ്രദേശങ്ങളൊക്കെയും നന്നായിട്ട് കാലി വളർത്തൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ കാലി വളർത്തുന്നതിന് പ്രധാനമായിട്ട് സഹായകമായിരുന്നത് തമിഴ്നാടിന്റെ ബൌണ്ടറി പ്രദേശങ്ങളായിരുന്നു. എന്നാൽ തമിഴ്നാട് ഇപ്പോൾ അവിടെ വനവൽക്കരണം പ്രാവർത്തികമാക്കിയതുകൊണ്ട് കന്നുകാലി അഴിച്ചു കെട്ടുന്നതിനോ അതെ അഴിച്ചു വിടുന്നതിനൊന്നും അനുവാദം അവിടെ ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ കാലി വളർത്തൽ പരിമിതമായിട്ട് മാത്രമേ ഉള്ളൂ. അതുതന്നെയല്ല, മിക്ക പുരയിടത്തിലും ഏലകൃഷി വ്യാപകമായതുകൊണ്ട് പുല്ലിന്റെ ദൌർലഭ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കന്നുകാലി വളർത്തൽ ഇപ്പോൾ താരതമ്യേന ഈ പ്രദേശങ്ങൾ കുറഞ്ഞു വരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് മറ്റുള്ള രാസവളങ്ങളെയും ഒക്കെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ടല്ലേ? രാസവള പ്രയോഗമില്ലാതെ ഈ ഏലകൃഷി അത്ര മെച്ചമാകുകയില്ല. പക്ഷെ എന്നാൽ രാസവളം ചെയ്യാതെ ജൈവവളത്തോടെ ഉൽപ്പാദിപ്പിക്കുന്ന ഏലക്കായ്ക്കാണ് കൂടുതൽ വിലയെന്ന് അറിയാമെങ്കിൽ തന്നെയും 10 കിലോ ഉൽപ്പാദിപ്പിക്കുന്ന ആ സ്ഥാനത്ത് മറ്റേത് 2 കിലോയ്ക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് കൂടുതൽ കൃഷിക്കാരും അതെ രാസവളത്തിലും കീടനാശിനിയിലുമാണ് കൂടുതലായിട്ട് ഈ ഏലം ഉൽപ്പാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ മെച്ചമായ ഒരു ആദായം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് കൂടുതൽ കൃഷിക്കാരും ഇപ്പോൾ രാസവള കീടനാശിനി പ്രയോഗത്തിലൂടെയാണ് ഏലകൃഷി നിലനിർത്തിക്കൊണ്ടുപോരുന്നത്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं, अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। അങ്ങയുടെ കാർഷിക പ്രവർത്തനങ്ങളിൽ എത്തരത്തിലാണ് ഈ പറഞ്ഞ പോലെ ഏതു തരത്തിലാണ് ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എന്തെല്ലാം തരത്തിലുള്ള പാക്കേജ് ഓഫ് പ്രാക്ടീസ് ആണ്? എന്റെ സ്ഥലത്തുള്ള കൃഷിയിൽ കാ പറിക്കുക അങ്ങനെയുള്ള പണികൾ മാത്രമേ നമ്മൾ അഡീഷണൽ ആയിട്ട് ആൾക്കാരെ വെച്ച് ചെയ്യിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ പണികളും ഞങ്ങൾ തന്നെയാണ്. ഞാനും എന്റെ വൈഫ് മേഴ്സിയും കൂടിയാണ്. മരുന്നടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെത്താൻ ചെയ്താൽ മാത്രമേ ഇപ്പോഴത്തെ ഏലക്കായ വിലയ്ക്ക് കൊണ്ട് ഒന്ന് പിടിച്ചിരിക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിനെല്ലാം കൂലി കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നഷ്ടത്തിലാണ് ഇപ്പോഴത്തെ ഏലക്കായ വില അത് പോകുന്നത്. അതുകൊണ്ട് സ്വയമായിട്ടുള്ള കൃഷിയാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഏലക്കായ എടുക്കാൻ മാത്രമേ നമ്മൾ ജനങ്ങളെ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. എന്തോരമുണ്ട് സ്ഥലം?
എനിക്ക് 2 ഏക്കർ 27 സെന്റ് സ്ഥലം ഇപ്പോഴുണ്ട്. അപ്പൊ 2 ഏക്കർ 27 സെന്റ് സ്ഥലത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോ മേഴ്സി ചേച്ചിയും കുഞ്ഞൻ സാറും ചേർന്ന് നടത്തി മുന്നോട്ട് പോകാൻ പറ്റുന്നു. അല്ല, അത് അതിന്റെ അകത്ത് ഇപ്പോൾ ഏകദേശം ഒരു 1.5 ഏക്കർ സ്ഥലത്തോളം ഇതിനകത്ത് പാട്ടം കൊടുത്തിരിക്കുക. പോയിട്ട് ഒരു 3/4 ഏക്കർ സ്ഥലം മാത്രമേ ഇപ്പൊ ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. ആ പാട്ടക്കാരൻ ഇനിയിപ്പോ 3 വർഷം കൂടെ ഉണ്ട്. അതിനുശേഷം എങ്ങനെ പറ്റുന്ന പോലെ അന്ന് കൃഷി ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഇതിനു മുമ്പ് ഇത്തരം കൃഷി ചെയ്തപ്പോൾ ഞങ്ങൾ ഏകദേശം തന്നെയായിരുന്നു, കായെടുക്കാൻ മാത്രമേ ബാക്കിയെല്ലാം ഞങ്ങൾ തന്നെയായിരുന്നു ചെയ്തെടുത്ത്. ഇപ്പോൾ ഒരു 1.5 ഏക്കറോളം കൃഷിസ്ഥലം പാട്ടഭൂമിയായി കൊടുത്തിരിക്കുന്നതുകൊണ്ട് ബാക്കിയുള്ള 3/4 ഏക്കറിൽ ഇപ്പോൾ ഞങ്ങൾ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. ഏതരത്തിലുള്ള ഏലവ? ആ ഏലം 100% ഞള്ളായണി വെറൈറ്റിയിൽപ്പെട്ട ഏലമാണ് കൂടുതലുള്ളത്. വേറെ വെറൈറ്റി ഒന്നുമില്ല. ഞള്ളാനി ഏലത്തിന്റെ പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വാർഷിക പരിപാലനം എന്ന് പറയുമ്പോൾ നമുക്ക് വർഷത്തിൽ എത്ര വളപ്രയോഗം നടത്തേണ്ടി വരും? കീടനാശിനി പ്രയോഗം എത്രത്തോളം വേണ്ടി വരും? കീടനാശിനി പ്രയോഗം ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിൽ കൃത്യമായിട്ട് ചെയ്തിരുന്നാൽ മാത്രമേ ഏലകൃഷിയിൽ നിന്ന് നമുക്ക് ഒരു മെച്ചമായിട്ടുള്ള അത് റിസൾട്ട് ലഭിക്കുകയുള്ളൂ. വളപ്രയോഗം എങ്ങനെയായാലും ഒരു 3 മാസം കൂടുമ്പോൾ ഒരു ചെറിയ അളവിലെങ്കിലും വളപ്രയോഗം കുറഞ്ഞത് 4 പ്രാവശ്യമെങ്കിലും ഒരു വർഷം ചെയ്താൽ മാത്രമേ നമുക്കൊരു ഏകദേശം ഒരു കൃത്യമായിട്ടുള്ള ഈൽഡിങ് കിട്ടത്തുള്ളൂ. അപ്പോൾ 4 തവണയെങ്കിലും വളപ്രയോഗം നടത്തണം. എല്ലാ മാസവും തന്നെ കീടനാശിനി തളിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഉൽപാദന കാര്യത്തിൽ എങ്ങനെയാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു രീതി അവലംബിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉൽപാദനം എങ്ങനെയാണ്? നന്നായിട്ട് കിട്ടുന്നുണ്ടോ? ഉൽപാദനം വളരെ മെച്ചമായ രീതിയിലല്ല എങ്കിലും ഏകദേശം ഒരു ആവറേജ് റിസൾട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ അത്രത്തോളം അധികമായിട്ടുള്ള രാസവളങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെയ്യുന്നില്ല, ഒരു മിനിമമായി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ആവറേജ് അത് ഈൽഡിംഗ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. വളരെ മെച്ചമായിട്ടുള്ള ഈൽഡിംഗ് നമുക്ക് ലഭിക്കുന്നില്ല. എത്ര വർഷമായിട്ടുള്ള ഏലച്ചെടികളാണ്? എന്റെ പറമ്പിലുള്ള ഏകദേശം ഒരു 30 വർഷത്തോളം പ്രായമായ ഏലച്ചെടികളുണ്ട്. പിന്നെ ഒരു 1/2 ഏക്കറിൽ ഒരു 2 കൊല്ലം പ്രായമായിട്ടുള്ള ചെടികളുണ്ട്. ഈ 30 വർഷം പ്രായമായ ഏലച്ചെടികളുടെ ഒരു റീപ്ലാന്റിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്താ പറയാനുള്ളത്? ഇനി ഇപ്പോൾ അത് റീപ്ലാന്റിനുള്ള സമയമായിരിക്കണം. എന്നാലും പാട്ടം കൊടുത്തിരിക്കുന്നതുകൊണ്ട് റീപ്ലാന്റ് ചെയ്യണമെങ്കിൽ അവര് കാലാവധി തീർന്നതിന് ശേഷം മാത്രമേ റീപ്ലാന്റിംഗ് നടക്കത്തുള്ളൂ. ബാക്കിയുള്ള പുതിയ സ്ഥലത്ത് വെച്ചിരിക്കുന്നത് നമുക്കൊരു 10-20 കൊല്ലം കഴിഞ്ഞിട്ട് റീപ്ലാന്റ് ചെയ്താൽ മതി. അപ്പോ കുഞ്ഞൻ സാറിന്റെ അഭിപ്രായത്തിൽ ഒരു ഏലച്ചെടി നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പരിപാലന രീതികളൊക്കെ എങ്ങനെയായിരിക്കണം? 20 വർഷം കഴിഞ്ഞാൽ റീപ്ലാന്റ് ചെയ്താൽ മതിയെന്ന് പറയുമ്പോൾ വർഷത്തില് വണ്ണിടിയിൽ പോലെയുള്ള കാര്യങ്ങളുണ്ടോ? വർഷത്തിൽ ചപ്പ് മൂടി മണ്ണ് വിതറുന്ന ഒരു പരിപാടിയുണ്ട്. അത് എല്ലാ കൊല്ലവും ചെയ്യുന്ന നല്ലതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ മുള്ളുകുത്തി ചപ്പടിപ്പിച്ച് വെള്ളം നനച്ചു കൊടുത്താലും നമുക്ക് വേനലിനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. കൃഷിയിടത്തിന്റെ തണൽ ക്രമീകരണത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്തിട്ടുള്ളത്? ഏകദേശം നമ്മുടെ പറമ്പിൽ അത്യാവശ്യമായിട്ട് പ്ലാവ്, പിന്നെ മഹാഗണി, പിന്നെ മാവ് തുടങ്ങിയ വൃക്ഷങ്ങളുണ്ട്. അതുകൊണ്ട് വേറെ അഡീഷണൽ പിന്നെ കരുണ ഇത് മാത്രമേ അഡീഷണൽ നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളൂ. അവിടെ കരുണമരം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് ഈച്ച തേനീച്ചകൾ വന്ന് കൂടുന്നതിനും തേൻ ശേഖരിക്കുന്ന അത് നമ്മുടെ ചെടിയിൽ പരാഗണം നടത്തുന്നതിനൊക്കെ കൂടുതൽ സഹായകരമാണ് ഈ കരുണമരം. അതുകൊണ്ട് കരുണയുണ്ട്, പ്ലാവുണ്ട്, മാവുണ്ട്, മഹാഗണിയുണ്ട്. ഇതാണ് കൂടുതലായിട്ട് 4 വൃക്ഷങ്ങൾ. അതിന് വേറെ മരങ്ങളൊന്നും വെച്ച് പിടിപ്പിച്ചിട്ടില്ല. ന്യായമായിട്ട് നമ്മുടെ സ്ഥലത്ത് ഈ മരങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് വേറെ തണൽമരങ്ങൾ ഈ കരണി ഒഴിച്ച് ബാക്കിയൊന്നും വെച്ച് പിടിപ്പിച്ചിട്ടില്ല. തണല് ആവശ്യത്തിനുണ്ട് എന്നാണ് ഇപ്പൊ പറയുന്നത് അല്ലേ? അപ്പൊ നമുക്കിത് കൂടാതെ തന്നെ നമുക്ക് തണൽ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല വേനൽക്കാലത്ത് മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ഗ്രീൻ നെറ്റ് കെട്ടുന്ന വല്ല രീതിയുണ്ടോ? അത് ഒരു അല്പസ്ഥലം ഒരു പാറയുടെ സൈഡാണ്. അവിടെ നല്ല ചൂടാണ് വേനൽക്കാലത്ത്. അതോടെ ഞങ്ങള് ഗ്രീൻ നെറ്റ് വലിച്ചു കെട്ടി അത് ചെടിയെ സംരക്ഷിക്കുന്നുണ്ട്. അത് ഈ പ്രാവശ്യത്തേക്കും അങ്ങനെയുള്ള ക്രമീകരണം വേണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് ആ വേനൽക്കാലത്ത് ഈ വളരെ ശക്തമേറിയിട്ടുള്ള വെയിലടിക്കുന്ന പ്രദേശത്തെ ചെടികളെ സംരക്ഷിക്കുന്ന ഗ്രീൻ നെറ്റ് വലിച്ചു കെട്ടിയാണ്. ജലസേചനത്തിന്റെ ആവശ്യകത എല്ലാ വർഷവും ഉണ്ടാവാറുണ്ടോ? ജലസേചനം ഏലം എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ശക്തി കുറഞ്ഞ ഒരു സസ്യമാണ്. അത് വേനൽക്കാലത്ത് പിടിച്ചു നിർത്തണമെങ്കിൽ അത് കൃത്യമായിട്ടും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നല്ല ശക്തമായ വെയിലത്ത് വെള്ളം നനച്ചു കൊടുത്തില്ലെങ്കിൽ ചെടിക്ക് ക്ഷീണമാണ്, ചെടി വീണു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെയും കൃത്യമായിട്ട് ജലസേചനം നൽകിയാണ് ഏലത്തെ വേനൽക്കാലത്ത് പരിരക്ഷിക്കുന്നത്. അപ്പോൾ കാർഷിക രംഗത്ത് വലിയ താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാള്, അതോടൊപ്പം തന്നെ സഹകരണ മേഖലയിലും വർഷങ്ങളോളം പ്രവർത്തിച്ചിരുന്ന ഒരാള്, ആ സമയത്തും കാർഷിക രംഗത്തോട് താല്പര്യമുണ്ടായിരുന്നു, കാർഷിക പ്രവർത്തനങ്ങൾ നടത്താൻ സമയം കണ്ടെത്തിയിരുന്നു. ആ സമയത്ത് ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. ഇവിടുന്ന് ജോലിക്ക് പോകാനായിട്ട് ഒരു 9:30 പോയാലും 10:15 ഓഫീസിൽ ചെല്ലാം. രാവിലെയുള്ള സമയം തിരിച്ചു വന്നു കഴിഞ്ഞ സമയങ്ങളിലും പിന്നെ അവധി ദിവസങ്ങളിലൊക്കെയും കൃഷി മേഖലയിൽ വ്യാപൃതനായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഉള്ള മനസ്സുണ്ട്. വീട്ടില് ഭാര്യ മേഴ്സി ചേച്ചിയെ കുറിച്ച് പറഞ്ഞു. വേറെ ആരൊക്കെ വീട്ടില്? എനിക്ക് ഒരു മോനും 3 പെൺമക്കളുമാണ്. 4 പേരാണ് എനിക്ക് മക്കള്. വൈഫ് മേഴ്സിയുണ്ട്. ഞങ്ങൾ മൊത്തം 6 പേരാണ്. സന്തോഷമായിരിക്കുന്നു. മക്കളെന്ത് ചെയ്യുന്നു?
മക്കളെ 3 പേര് നഴ്സസാണ്. മൂത്ത പേര് 3 പേര് നഴ്സസാണ്. ഇളയ മോള് ദന്തിസ്റ്റാണ്. അവര് ആരും ഇപ്പൊ ഇവിടെയില്ല. അവരെല്ലാം ഓരോ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ജോലിയോടുള്ള ബന്ധത്തൊക്കെ ആയിരിക്കുകയാണ്. മോന് നേഴ്സാണ്. അവൻ കുടുംബമായിട്ട് ന്യൂസിലൻഡിലാണ്. മൂത്ത മോള് നേഴ്സാണ്. അവള് കുടുംബമായിട്ട് കുവൈറ്റിലാണ്. അടുത്ത മോള് നേഴ്സാണ്. അവള് ഇവിടുന്ന് BSc നഴ്സിംഗ് കഴിഞ്ഞ് MSc നഴ്സിംഗിന് വേണ്ടി ആസ്ട്രേലിയയിൽ പോയി MSc നഴ്സിംഗ് കഴിഞ്ഞ് ഇപ്പോൾ അവിടെ ജോലിയിൽ ആണ്. അവര് ആസ്ട്രേലിയയിലാണ്. ഇളയ മോള് ദന്തിസ്റ്റാണ്. അവള് ന്യൂസിലൻഡിന്റെ ഒരു ഭാഗത്ത് അങ്ങനെ ഇരിക്കുന്നു. എന്തായാലും കുട്ടികളെല്ലാം വിദേശത്താണ് അല്ലേ? എന്തായാലും കാർഷിക രംഗത്ത് ഇപ്പോഴും വലിയ താല്പര്യത്തോടു കൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് കുഞ്ഞച്ച സാറ്. KS അന്ത്രയോസ് എന്ന് വിളിക്കുന്ന കുഞ്ഞച്ച സാറ്. കരുണാപുരത്തെ ഈ കർഷകന്റെ കാർഷിക അനുഭവങ്ങളാണ്, കാഴ്ചപ്പാടുകളാണ് ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത്. ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് നന്ദി. കരുണാപുരത്തെ കർഷകനായ ശ്രീ KS അന്ത്രയോസ് കുന്നേലുമായി ഇതുവരെ സംസാരിച്ചത് ശ്രീ ആന്റണി മുനിയറ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए। प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी। സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടു വയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.